വെൽക്കം ബാക്ക് ടു മൈ ഇൻസ്റ്റിറ്റ്യൂഷൻ. നമുക്കിന്ന് മോഡൽ എക്സാമിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് നോക്കാം. ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്തിട്ട് നമുക്ക് പിന്നെ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസിൻ്റെ കണ്ടിന്യൂസ്. അന്ന് ഞാൻ ഇട്ട പല ക്വസ്റ്റ്യൻസ് ഇതിനകത്തുണ്ട്. ഞാൻ തലേന്നിട്ട ക്വസ്റ്റ്യനും ഉണ്ടായിരുന്നു. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും താങ്ക്സ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 10. 4 ഗ്രാഫ്സ് ഉണ്ടായിരുന്നു. സിഗ്ന ഫംഗ്ഷൻ, ഇവിടെ ഫസ്റ്റ് ചോദിച്ചിരിക്കുന്നത് വിച്ച് എമംഗ് ഡസ് റെപ്രസെൻ്റ് എ ഫംഗ്ഷൻ ഓൺ ആർ. ഞാനെല്ലാം വരയ്ക്കുന്നില്ല. ഇത് സിഗ്ന ഫംഗ്ഷൻ ബി പാർട്ടിൻ്റെ നമുക്ക് ആവശ്യമുണ്ട്. വിച്ച് എമംഗ് ഡസ് റെപ്രസെൻ്റ് എ ഫംഗ്ഷൻ ഇൻ ആർ. ഓപ്ഷൻ സി ആണ്. 1 9th എ. ഫസ്റ്റ് 10th ഫസ്റ്റ് പാർട്ട് ആൻസർ ഓപ്ഷൻ സി, പരാബോള. നമുക്കിങ്ങനെ ഒരു ഗ്രാഫ് കിട്ടിയാൽ അത് ഫംഗ്ഷൻ്റെ ആണോ ഇല്ലയോ നോക്കുന്നതിന് നമ്മൾ വെർട്ടിക്കൽ ലൈൻ ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ഉണ്ട്. ഇപ്പം നമുക്ക് ഇപ്പോൾ ഒരു സർക്കിൾ, ഇതിൻ്റെ ആൻസർ ഇത്രയേ ഉള്ളൂ. ഞാൻ ജസ്റ്റ് ഒരു ഗ്രാഫിനെ കുറിച്ച് പറയുന്നു. ഇവിടെ നമ്മൾ ഒരു സർക്കിളാണെങ്കിൽ നമ്മൾ നോക്കി വൈ ആക്സിസിൽ പാരലായിട്ട് വരയ്ക്കുന്ന ലൈൻ, അതാണ് വെർട്ടിക്കൽ ലൈൻ. അങ്ങനെ ഒരു ലൈൻ വരയ്ക്കാം. ഈ ലൈൻ സർക്കിളിന് എത്ര പോയിൻ്റ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നു? 2 points അല്ലേ? 2 points കട്ട് ചെയ്യുന്നു. നമുക്ക് എന്ത് പറയാം? ദിസ് ഡസ് നോട്ട് റെപ്രസെൻ്റ് എ ഫംഗ്ഷൻ. അതുപോലെയാണ് ഇവിടെ പരാബോള നമ്മളിങ്ങനെ വരച്ച്. അതേസമയം ഇങ്ങനെയായിരുന്നു പരാബോള എങ്കിലോ, നമ്മളൊരു ലൈൻ വരച്ച ഇവിടെ ഒരു പോയിന്റിൽ കട്ട് ചെയ്യത്തുള്ളൂ. ഇത് ഫംഗ്ഷനാണ്, പക്ഷേ ഇത് ഫംഗ്ഷൻ അല്ല. ഇതിൻ്റെ ആൻസർ സി. നമുക്ക് അങ്ങനെ ഒരു ഗ്രാഫ് കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യണം? വൈ ആക്സിസിനൊരു ലൈൻ വരച്ച് നോക്കുക. ആ വരയ്ക്കുന്ന ലൈൻ, വെർട്ടിക്കൽ ലൈൻ ഗ്രാഫിനെ എത്ര പോയിന്റ്, മോർ ദാൻ 1 point ഇൻ്റർസെക്റ്റ് ചെയ്യാൻ നമുക്ക് എന്ത് പറയാം? ഒന്നിൽ കൂടുതൽ പോയിന്റിൽ ഇൻ്റർസെക്റ്റ് ചെയ്ത് നമുക്ക് എന്ത് പറയാം? ഇറ്റ് ഡസ് നോട്ട് റെപ്രസെൻ്റ് എ ഫംഗ്ഷൻ. ബി പാർട്ട്. ഫൈൻഡ് ദ ഡൊമെയിൻ ആൻഡ് റേഞ്ച് ഇൻ ഗ്രാഫ് ഇൻ എ. ഗ്രാഫ് എ, അതുകൊണ്ടാണ് ഈ വരച്ചത്. സിഗ്ന ഫംഗ്ഷൻ. ഡൊമെയിൻ എന്ന് പറയുന്നത് എന്താ? ക്യാപിറ്റൽ ആർ. റേഞ്ച് എന്ന് പറയുന്നത് only 3 elements, 1 0 -1. Third, write the function in which the graph B represent. B represent sin x. Question number 11. Z is equal to 1 plus 2i. Then mod z square. Mod z square. Mod z is root of real part square plus imaginary part square. Root 5. Mod z square is equal to root 5 square. Z is equal to 1 plus I by 1 minus I. Second part. The first part ne base ചെയ്ത് 1 മാർക്കിനൊക്കെ ഇങ്ങനെ ചോദിക്കാം. Z into Z bar is equal to dash. Z into, for any complex number, Z into Z bar is equal to mod Z square. അങ്ങനെ പറയാം. ലെവൻത്തിലെ ബി പാർട്ട്. Verify, sorry, Z is equal to 1 plus I by 1 minus I. Write the real part of Z. ഇങ്ങനെ നമുക്കൊരു ഫ്രാക്ഷൻ ഫോമിൽ കിട്ടാൻ ഡിനോമിനേറ്ററിൻ്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് ഇൻഡ് ചെയ്യാം. 1 minus I കോഞ്ചുഗേറ്റ് 1 plus I. 1 minus I
into 1 plus I. A plus b the whole square 4. A square minus b square. A square plus 2ab. 2 into 1 into I. I square by I square minus 1. 1 minus 1 2. But I square minus 1 will minus 1 plus 1 cancel I. Verify that mod z is equal to mod z bar. ഇതിലെന്താ ചോദിച്ചിരിക്കുന്നത്? റിയൽ പാർട്ട് ഓഫ് ഇസഡ്. ഇവിടെ ഐ എന്ന് മാത്രമേ ഉള്ളൂ അല്ലേ? 0 പ്ലസ് ഐ. ഇവിടെ റിയൽ പാർട്ട് ഇല്ല. റിയൽ പാർട്ട് ഓഫ് ഇസഡ് ഈസ് ഈക്വൽ ടു 0. C part. Mod z is equal to mod z bar. Verify. General item prove. Z is equal to a plus ib. Z bar is equal to a minus ib. Mod z is equal to root of a square plus b square. Mod z bar is equal to root of a square minus b the whole square. Therefore, mod z is equal to mod z bar. വെരിഫൈ ചോദിക്കുമ്പോൾ നമുക്ക് ജനറലായിട്ട് പ്രൂവ് ചെയ്യാം. ക്വസ്റ്റ്യൻ നമ്പർ 12. Which of the following is the solution of 4x plus 3 less than 5x plus 7? X element R. X element R, X element capital N അതൊക്കെ ശ്രദ്ധിച്ചാണ്. ക്യാപിറ്റൽ ആർ റിയൽ നമ്പർ വരുമ്പോഴാണ് നമുക്കിങ്ങനെ ഓർഡർ പെയറിൽ ആൻസർ എഴുതുന്നത്. 4x നമുക്ക് 5xനെ ലെഫ്റ്റിൽ കൊണ്ടുവരാം. മൈനസ് ആവും. പ്ലസ് 3 ടൈപ്സ് മൈനസ് 1x. ഇവിടെ മൈനസ് 1 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് പോസിറ്റീവ് എക്സ് കിട്ടും അല്ലേ? ഇനീക്വാളിറ്റി തിരിഞ്ഞു വരും. ഗ്രേറ്റർ ദാൻ 4/-1 -1. Therefore, solution is ഇവിടെ എന്താണ്? ഗ്രേറ്റർ ദാൻ -4 വരുമ്പോൾ നമുക്ക് എന്താ എഴുതണം? -4 ആദ്യം എഴുതുക. പിന്നെ പോസിറ്റീവ് ഇൻഫിനിറ്റി. ഓപ്ഷൻ ബി -4 to ഇൻഫിനിറ്റി. എക്സ് ഗ്രേറ്റ് മൈനസ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ നെഗറ്റീവ് കൊണ്ട് ഡിവൈഡ് ചെയ്യുക ചെയ്താൽ ഇനീക്വാളിറ്റി ലെസ് ആണെങ്കിൽ ഗ്രേറ്റർ ആവും, ഗ്രേറ്റർ ആണെങ്കിൽ ലെസ് ആവും. എക്സ് ഗ്രേറ്റർ ദാൻ -4. ഗ്രേറ്റർ ദാൻ ഒരു നമ്പർ കിട്ടിയാൽ നമ്മൾ അവിടെ ഇട്ട് എഴുതുക. ഈ നമ്പർ വേണം ഫസ്റ്റ് എഴുതാൻ. പിന്നെ കോമ ഇട്ടിട്ട് പോസിറ്റീവ് ഇൻഫിനിറ്റി. അതേസമയം ഇപ്പോൾ എക്സ് ലെസ് ദാൻ 4 അല്ലെങ്കിൽ എക്സ് ലെസ് ദാൻ -4 ഇങ്ങനെയായിരുന്നെങ്കിലോ നമ്മൾ എന്ത് എഴുതണം? -4 ഇവിടെ എഴുതുക. -ഇൻഫിനിറ്റി ഇങ്ങനെയായിട്ട് എഴുതാം. So 3 into x minus 2/5 less than or equal to 5 into 2 minus x by 3. Multiplying cross multiplication രണ്ട് പോസിറ്റീവ് നമ്പറാണ്. നമുക്ക് ഇനീക്വാലിറ്റി മാറ്റിയില്ല. 3 into 3 9. 5 into 5 9x minus 18 less than or equal to 50 minus 25x. Minus 25x നമുക്ക് ലെഫ്റ്റിൽ കൊണ്ടുവരാം. 50 plus 18 34x. So x less than or equal to answer. Therefore x is an element of open interval. ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ഇവിടെ എഴുതുക. ഈക്വൽ ടു ഉള്ളതുകൊണ്ട് ക്ലോസ് ചെയ്താൽ പറ്റും. മൈനസ് mark the solution of part in the real line. X less than or equal to 2 അല്ലേ? C part.
ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ഉള്ളതുകൊണ്ട് നമ്മളിങ്ങനെ ഡാർക്ക് ആക്കുക. ലെസ് ദാൻ 2 എന്നായിരുന്നെങ്കിൽ നമ്മളിവിടെ 2 എന്ന് ഇങ്ങനെ മാർക്ക് ചെയ്യണം. ഇങ്ങനെ ഷെയ്ഡ് ചെയ്യാം. ആരോയും ഷെയ്ഡ് ചെയ്യാം. പിന്നെ ഇങ്ങോട്ട് പോകുന്നു. റിയൽ നമ്പർ സ്റ്റോപ്പ്. NC7 is equal to NC5. Find it. NCR is equal to NCN minus R. ഈ രണ്ട് നമ്പറും ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? N കിട്ടും അല്ലേ? 7C2 7C5 ഈക്വൽ. അതുപോലെ ഇവിടെ N കാണാൻ എന്ത് ചെയ്താൽ മതി? 7 + 5 that is equal to 12. Second part. 4 cards are drawn from a deck of 52 cards. Find the number of ways of choosing 3 red and 1 black cards. 4 cards are drawn. 3 red. Red 26, black 26. 30. മൊത്തം 4 കാർഡ് എടുക്കുന്നു അല്ലേ? അതിലെടുക്കുന്ന ആ 4 കാർഡിലും 3 എന്തായിരിക്കണം? റെഡ് ആയിരിക്കണം, 1 ബ്ലാക്ക്. 26C3 അതിൽ 3 കാർഡ് ഇൻറ്റു 26C1. റെഡും 26 ആണ്, ബ്ലാക്കും 26 ആണ്. നമ്പർ ഓഫ് 26 ഇൻറ്റു 26C3 ആണ്. 26 ഇൻറ്റു 25 ഇൻറ്റു 24. നമ്മൾ ഈ നമ്പറിൽ തുടങ്ങാം. 3 അല്ലേ ഇവിടെ? 1 2 3. അതാണ് 1 ഇൻറ്റു 2 ഇൻറ്റു 3. 26C1 എന്ന് പറഞ്ഞാൽ 26. 5C1 എന്ന് പറഞ്ഞാൽ 5. 7C1 എന്ന് പറഞ്ഞാൽ 7. 2 ഇൻറ്റു 3 6. 25 ഇൻറ്റു 4 100. 26 ഇൻറ്റു 26 676. എക്സാക്ട്ലി 3 ace. നമുക്ക് 3 ace 4 കാർഡ് നമ്മൾ എടുക്കുന്നു. അതിൽ 3 ഏസ് തന്നെ ആയിരിക്കണം. എക്സാക്ട്ലി എന്നാണ് അല്ലേ? നമുക്ക് ഏസ് എത്രയുണ്ട്? 4. 4C3 ഇൻറ്റു നമുക്ക് 4 കാർഡ് എടുക്കണം. ഇതിൽ 3 എടുത്തു. ഇനി ഒരു കാർഡ് എന്താണ്? റിമൈനിങ് 48 കാർഡ്സ്. ബാക്കി 48 കാർഡിൽ നിന്ന് നമുക്ക് ഒരു കാർഡ് എടുക്കണം. 3 + 1 4 കാർഡ്സായി. 4C3 എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, 4C1 ഈക്വലാണ്. 4C1 എന്ന് പറഞ്ഞാൽ 4. 4 വന്നത് 4 ഏസസ്. എക്സാക്ട്ലി 3 ഏസസ്. അതാണ് 4C3. റിമൈനിങ് 48 കാർഡ്സ്. അതിൽ നമുക്ക് ഒരു കാർഡ് വേണം. മൊത്തം 4 കാർഡ്. 48C1 എന്ന് പറഞ്ഞാൽ 48. In a class of 60 students, 30 opted for NCC. Okay. Students, let A be the set. Students opted for NCC. B be the set of students opted for SPC. The students opted for NCC or SPC. Or വന്നവിടെ എന്താ കണ്ട്? യൂണിയൻ. നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? ഫസ്റ്റ് പാർട്ട് എന്താണ്? P of A യൂണിയൻ B. ഓർ വന്ന യൂണിയൻ. P of A അത് ഫോർമുല എഴുതാം. P of A plus P of B minus P of A intersection B. 30/60 plus 32/60 minus 24/60. 32 minus 24 8. 38/60. മാക്സിമം കട്ട് ചെയ്ത് ലോവസ്റ്റ് ടേമിലാക്കി എഴുതണം പ്രോബബിലിറ്റി.
പ്രോബിലിറ്റി നമ്മൾ തിയറി പാർട്ട് എന്ത് വേണമെങ്കിലും ഇപ്പോൾ 1 മാർക്കിനൊക്കെ ചോദിക്കാം. പ്രോബിലിറ്റി ഇങ്ങനെ ചോദിക്കുക, 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു പി ഓഫ് പി ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1. മാക്സിമം വാല്യൂ ഓഫ് പ്രോബിലിറ്റി എത്ര വരും? 1. ഒരിക്കലും നെഗറ്റീവ് വരത്തില്ല. ഞാൻ പറഞ്ഞേ ഉള്ളൂ. അടുത്ത സെക്കൻഡ് പാർട്ട്. നെഗറ്റീവും വരില്ല, എബവ് 1 വരില്ല. ഇംപ്രോപ്പർ 3/2 എന്നൊക്കെ പറഞ്ഞാൽ അറിയാലോ, 1 പോയിന്റ് സംതിങ് വരും. ഗ്രേറ്റർ ദാൻ 1 വരും. സെക്കൻഡ് പാർട്ട്. സ്റ്റുഡൻസ് ഓപ്റ്റഡ് ഫോർ നെയ്തർ NCC nor SPC. NCC ഇല്ല, SPC ഇല്ല അല്ലേ? P of A union B the whole dash ഒന്നിലും ഇല്ല. 1 minus P of A union B. 19/30. 30 minus 19. Students have opted for SPC but not NCC. C part. അവിടെ SPC ഓപ്റ്റഡ് ഉണ്ട്, പക്ഷേ NCC ഇല്ല. നമ്മൾ NCC ഏത് ലെറ്റർ ആവട്ടെ? A. SPC ഉണ്ട്, NCC ഇല്ല. എന്ന് പറഞ്ഞാൽ എന്താ? P of B ഇൻ്റർസെക്ഷൻ A ഡാഷ്. ഏതിനാണ് ഇല്ലാത്തത്? നോട്ട് NCC. ആ നോട്ട് NCC വന്നുകൊണ്ടാണ് നമ്മളിവിടെ A ഡാഷ് എടുത്തത്. എന്നാൽ ഏതുണ്ട്? SPC ഉണ്ട്, അതുകൊണ്ടാണ് നമ്മൾ B എടുത്തത്. P of B ഇൻ്റർസെക്ഷൻ A ഡാഷ് എന്ന് പറഞ്ഞാൽ കോംപ്ലിമെൻ്ററി ഇല്ലാത്തത് ഏതാണ്? സെറ്റ്. അതിലൂടെ എഴുതുക മൈനസ് ബിയും എയും തമ്മിലുള്ള ഇൻ്റർസെക്ഷൻ. P of B 32/60 minus 24/60. 4 വെച്ച് കട്ട് ചെയ്യാം. 2/50. Consider the straight line. X minus 3y plus 4 is equal to 0. Okay. Ax plus by plus c is equal to 0. Slope minus a by b. ഇവിടെ സ്ലോപ്പ് ചോദിച്ചു ഫസ്റ്റ് പാർട്ട്. ആദ്യം മൈനസ് എഴുതുക. A എന്ന് പറഞ്ഞാൽ എന്താ? കോഎഫിഷ്യൻ്റ് ഓഫ് x 1, b കോഎഫിഷ്യൻ്റ് ഓഫ് y 1/3. Second part. Find the equation of a line perpendicular to the above line and passing through 1, 2. If two lines are perpendicular, product of slopes is -1. Slope of perpendicular line. Simple real perpendicular. This is positive 1/3 കിട്ടിയ opposite side negative is 1/3 reciprocal 3/1, that is 3. ഇനി പാസ് ചെയ്യുന്ന പോയിന്റ് ഉണ്ടല്ലോ 1, 2. പോയിന്റ് സ്ലോപ്പ് 4. Equation of perpendicular. Equation of the perpendicular. Pi minus pi 1 equals m into x minus x. pi 1 എന്ന് പറഞ്ഞാൽ ഏത് പോയിന്റിൽ കൂടെ പാസ് ചെയ്യുന്നോ അതിൻ്റെ y കോർഡിനേറ്റ് ഇവിടെ എഴുതാം. m minus 3. x minus x1 1 minus 3x plus 3. ഇതെല്ലാം ലെഫ്റ്റ് ചെയ്യുന്നു. 3x plus y is equal to 5. Find the equation of the point of intersection of the given line and the line obtained. ഇവിടെ നമുക്ക് point of intersection of this line, this perpendicular and the given line. ഇതേ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് എങ്ങനെ ചോദിക്കാം? ഫുട്ട് ഓഫ് ദി പെർപെൻഡിക്കുലർ എന്ന് ചോദിക്കാം അല്ലേ? നമുക്ക് ആദ്യം ഒരു ലൈൻ തന്നിട്ടുണ്ടായിരുന്നു, നമുക്കിപ്പോൾ ഒരു പെർപെൻഡിക്കുലർ കിട്ടി, അത് രണ്ടും കൂടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ്. ഇതേ ക്വസ്റ്റ്യൻ തന്നെ എങ്ങനെ ചോദിക്കാം? ഫൈൻഡ് ദ ഫുട്ട് ഓഫ് ദി പെർപെൻഡിക്കുലർ ഫ്രം 1, 2 ടു ദ ഗിവൺ ലൈൻ. ഇത് തന്നെയാണ് ഇത്. അവിടെ ഫുട്ട് ഓഫ് ദി പെർപെൻഡിക്കുലർ തേർഡ് വരാം. സി പാർട്ട്.
നമുക്ക് ഈ കിട്ടിയ ഇക്വേഷനും ഞങ്ങൾ വന്നു കൊടുക്കാം. തന്നിരിക്കുന്ന ഇക്വേഷൻ എക്സ് മൈനസ് 3y + 4 ഇതെല്ലാം റൈറ്റ് സൈഡ് എലിമിനേഷൻ മെത്തേഡിൽ സോൾവ് ചെയ്യും. ഇക്വേഷൻ 2 × 3. ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എത്രയുണ്ട്? 1. ഇവിടെ 3. ഇത് നമുക്കൊന്നും ചെയ്യേണ്ട. ഇതിന് 1നെ 3 ആക്കാൻ അറിയാമല്ലോ. 3 × 1 നമുക്ക് ഇവിടെ മാത്രം വരും. മൾട്ടിപ്ലൈ ഈച്ച് ടേം ബൈ 3. ഇക്വേഷൻ 2 × 3 3x - 9/2 3x + y = 10. ഇവിടെ എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് എന്താ? സെയിം സൈൻ പോസിറ്റീവ് 3. അപ്പോൾ നമ്മൾ സബ്ട്രാക്ട് ചെയ്യണം. സെയിം സൈൻ ആണെങ്കിൽ സബ്ട്രാക്ട് ചെയ്യണം. -9 - 1 -10y -12 - 5 -17 y = 17/10. ഓക്കെ, ഇതിൽ x -3 × 17/10 = -4. x = -4 + 51/10 -40 + 51 11/10. Therefore, point of intersection is 11/10 17/10. Question number 6. പിന്നെ PYQ വീഡിയോ എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻ. S y square is equal to 8x 4ax അല്ലേ? 4a സ്ഥാനത്തുള്ള a. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം ആൻഡ് ഫോക്കസ് S. a is equal to 2. ഇവിടെ y square is equal to 4ax. അപ്പം നമ്മൾ ഈ ലെറ്റർ നോക്കിയാൽ മതി. എക്സ് ആക്സിസിലാണ് ഫോക്കസ്. എക്സ് ആക്സിസിലാകുമ്പോൾ ഫോക്കസ് അവിടെ y കോർഡിനേറ്റ് എന്തായിരിക്കും? 0 അല്ലേ? ഇവിടെ S is equal to A0. That is S എന്താണ് ഫോക്കസ് വരുന്നത്? 2, 0. Focus is equal to S is equal to 2, 0. Length of lattice rectum 8. ഇവിടെ y square is equal to -8x എന്നാൽ നമ്മൾ ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റത്തിൽ പോസിറ്റീവ് വാല്യൂ മാത്രമേ എഴുതാവൂ. കാരണം ലെങ്ത് എപ്പോഴും നമ്മൾ പോസിറ്റീവേ എടുക്കുള്ളൂ. ഫോക്കസിലേക്ക് നമ്മളിപ്പോൾ ഇവിടെ -8 ആണെങ്കിൽ A -2 എടുക്കും, -2 0 എടുക്കും. പക്ഷേ ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റത്തിൽ പോസിറ്റീവ് 8 എഴുതും. ഇതിപ്പോൾ ഓൾറെഡി പോസിറ്റീവാണ്. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്റ്റം this point is 2, 0. ഇത് സർക്കിളിൻ്റെ ഒരു കോഡാണെന്ന് പറയുന്നത്. ഇവിടെ 2 ആണെങ്കിൽ ഈ L എന്ന് പറഞ്ഞ പോയിന്റ് പരാബോളയിൽ ഒരു പോയിന്റാണ് അല്ലേ? ആ പോയിന്റിൻ്റെ എക്സ് കോർഡിനേറ്റ് എന്തായിരിക്കും? 2 പാരലൽ ടു y ആക്സിസ്. y square is equal to 8x. 8 × 2 16. y is equal to ±4. So this point is 2, 4. This is 2 - 4. This origin. Find the equation of the circle. ഈ പോയിന്റ് ഇതും തമ്മിലുള്ള ഡിസ്റ്റൻസ് എന്താ? സർക്കിളിൻ്റെ എന്താണ്? റേഡിയസ്. 6 കാണാൻ √2² + 2 - 0 the whole square + 4 - 0 the whole square. 4 + 16 that is √20. റേഡിയസ് കിട്ടി, സെൻറ്റർ ഓറിജിൻ 0, 0. Therefore equation is equation of the circle. Equation ഞാൻ ഷോർട്ടാക്കി എഴുതുന്നുണ്ട്. Equation of the circle x²
പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു ആർ സ്ക്വയർ. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ആർ സ്ക്വയർ ഏതിനെയാണ്? സെൻറ്റർ വിത്ത് ലൊക്കേഷൻ ഓഫ് ദ സർക്കിൾ വിത്ത് സെൻറ്റർ 0 0 റേഡിയസ് ആർ സ്ക്വയർ എടുക്കുന്നത് 20. ക്വസ്റ്റ്യൻസ് ഞാൻ അടുത്ത വീഡിയോയിലിടാം. എല്ലാവർക്കും എക്സാമിൻ്റെ തിരക്കായതുകൊണ്ടാണ് ഡിലേ ആയത്. എല്ലാ കുട്ടികളും നന്നായി ചെയ്ത് പഠിക്കുക. നാളെ തന്നെ ഇതിൻ്റെ ബാക്കി വീഡിയോ ഇടാം. അത് കഴിഞ്ഞിട്ട് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് എല്ലാം നമുക്ക് ഒരു വീഡിയോ ഇടുന്നുണ്ട്. നിങ്ങളെല്ലാവരും നന്നായി പഠിക്കുക. താങ്ക് യു.